മല്ലു ടെക് സേവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 ലക്ഷം വരെ സൗജന്യ ചികിത്സാ ധനസഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും ഇനി അഥവാ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതും എങ്ങനെയെന്ന് നോക്കാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതിന് അതിൽ കയറാം. അപ്പോൾ ഇതുപോലെ സൈറ്റ് ഓപ്പണായി വരും. ഇവിടെ ഈ സെലക്ട് ഓപ്ഷൻ ഇല്ല, അവിടെ ആധാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ സ്കീം സെലക്ട് ചെയ്യുക. ഇവിടെ PMJAY എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ശേഷം ഈ ഡിക്ലറേഷൻ ടിക്ക് ഇട്ടുകൊണ്ട് ജനറേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. OTP അടിച്ചിട്ട് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിയ ആധാറിൽ ഈ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം, ഡീറ്റെയിൽസ് കാണാം. ഇവിടെ നെയിം, അതേപോലെ എടുത്ത ഡേറ്റ്, അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കാണാം. ഇനി ഇവിടെ വലത് ഭാഗത്തായിട്ട് ഡൗൺലോഡ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കാർഡ് ഡൗൺലോഡ് ആക്കി എടുക്കാം, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. കാർഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇൻഷുറൻസ് കാർഡ് ഇതുപോലെ PDF ആയിട്ട് കിട്ടും. ഇത് പ്രിൻ്റ് എടുത്താണ് നമുക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ OTP അടിച്ചിട്ട് വെരിഫൈ എന്ന് കൊടുക്കുമ്പോൾ ഇതേപോലെ നോ റെക്കോർഡ് ഫോൺ ഫോർ ദിസ് ആധാർ നമ്പർ എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറൊരു വെബ്സൈറ്റ് കൂടി പറഞ്ഞു തരാം ചെക്ക് ചെയ്യാനുള്ള. അതായത് നിങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, എന്നിട്ടും ഇങ്ങനെ നോ റെക്കോർഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമായിട്ട് നോക്കിയാൽ മതി. ഇൻഷുറൻസ് കാർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാനും ചെക്ക് ചെയ്ത് നോക്കാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതാണ്. അത് ഓപ്പൺ ആക്കുമ്പോൾ അതുപോലെ വരും. ഇത് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ 3 കള്ളിയായിട്ട് കാണാം. അതിൽ പച്ച കള്ളി ഉണ്ടല്ലോ, സെൽഫ് ക്രിയേഷൻ ഓഫ് PMJAY കാർഡ്സ് യൂസിങ് NSA പോർട്ടൽ എന്നതിൻ്റെ താഴെയുള്ള ഈ ആരോ കോമ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മൊബൈലിലേക്ക് വരുന്ന OTP ഇവിടെ അടിച്ചു കൊടുത്ത ശേഷം ഈ കാണുന്ന ക്യാപ്ച ഇവിടെ അടിച്ചു കൊടുക്കുക. ശേഷം ഈ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ലൊക്കേഷനിലെ പെർമിഷനാണ് ചോദിക്കുന്നത്, അലോ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് പേജിലൂടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. നമ്മൾ സ്റ്റേറ്റ് ഏതാണോ സെലക്ട് ചെയ്യാം. സ്കീം PMJAY തന്നെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. ശേഷം സെർച്ച് ബൈ എന്നുള്ള ഓപ്ഷനിലോട്ട് നമുക്ക് ആധാർ നമ്പർ വെച്ചാണെങ്കിൽ സെർച്ച് ചെയ്യാം. ആധാർ നമ്പർ സെലക്ട് ചെയ്യാം. ശേഷം ഇവിടെ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ഇവിടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇൻഷുർ ഉണ്ട് എന്ന് ഉറപ്പില്ല ആരുടെയെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ആ ഫാമിലിയിലുള്ള എല്ലാവരും ഡീറ്റെയിൽസ് നമുക്ക് കാണും. ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഈ ഫാമിലിയിലുള്ളവരുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കാണാം. ഇനി അവർക്ക് ഇൻഷുർ ഉണ്ടോ എന്നുള്ള അറിയാനായിട്ട് ഈ വലത് ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്താൽ വെരിഫൈഡ് അൺഐഡൻറ്റിഫൈഡ് എന്നുള്ള ഓപ്ഷന്, ഈ വെരിഫൈഡ് ഉള്ളപോലെ ഇൻഷുർ കാർഡൊക്കെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ അൺഐഡൻറ്റിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഇൻഷുറിന് അത്യാവശ്യം വന്നാൽ ഇതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ റെഡിയാക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വെരിഫൈഡ് അപ്രൂവ്ഡ് എന്നുള്ളവരുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് തന്നെ നോക്കാം. ഈ വലത് ഭാഗത്തായിട്ട് ഈ ഡൗൺലോഡിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. വെരിഫൈ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അലോ കൊടുക്കുക. ഒതൻറ്റിക്കേഷൻ മോഡ് നല്ല ക്ലിക്ക് ചെയ്തിട്ട് ആധാർ OTP എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരും. അതേപോലെ നമ്മൾ നേരത്തെ അടിച്ച മൊബൈലിലേക്ക് ഒരു OTP വരും. രണ്ടും അടിച്ചു കൊടുക്കുക. താഴെ മൊബൈൽ OTP എന്നുള്ളടത്ത് മൊബൈലിലേക്ക് വന്ന OTP അടിച്ചു കൊടുക്കുക. മറ്റേ ബെനിഫിഷ്യറി ആധാർ OTP എന്നുള്ളടത്ത് ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ആധാറിൻ്റെ ഒരു OTP വന്നപ്പം അത് അടിച്ചു കൊടുക്കുക. ശേഷം ഒതൻറ്റിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫാമിലിയിൽ ആക്റ്റീവായിട്ട് ഇൻഷുർ ഉള്ളവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ 2 ആൾക്കാണുള്ളത്. ഇവിടെ നമുക്ക് ആരുടെ കാർഡാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അവരെ ഇടത് ഭാഗത്തായിട്ടുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ താഴെ ഉണ്ടാവും ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത അവിടെ ഇൻഷുറൻസ് കാർഡ് PDF ആയിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻഷുറൻസ് കാർഡ് ഇതേപോലെ നമുക്ക് ഡൗൺലോഡായി കിട്ടും. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ലാമിനേഷൻ ചെയ്തൊക്കെ ഉപയോഗിക്കാം. നിലവിൽ ഇൻഷുർ പുതുക്കാനോ അതേപോലെ പുതിയത് എടുക്കാനോ ഒന്നും ഓപ്ഷനില്ല. ഇനി ആർക്കാണോ ഇൻഷുറൻസ് കാർഡ് വേണ്ടത് അവർ ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ആക്റ്റീവായ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിക്ക് ആവശ്യം വന്നാലും ഹോസ്പിറ്റലിൽ തന്നെ അതാത് സമയത്ത് തന്നെ എടുക്കാൻ കഴിയുമെന്നാണ് കേട്ടത്. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിക്കോ ഒന്നും പുതിയത് എടുക്കാനോ പുതുക്കാനോ ഒന്നും ഓപ്ഷനില്ല. ഇതുപോലെ നിലവിൽ ഇൻഷുർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത്രയേ ഇപ്പോൾ കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.